നമുക്ക് ടേസ്റ്റി ആയ ഒരു ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു 5 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. 3 സബോള, 3 തക്കാളി, 4 പച്ചമുളക്, 8 വെളുത്തുള്ളി, ഇഞ്ചി ചെറു കഷ്ണം, മല്ലിയില, പുതിന, വേപ്പില, പിന്നെ ഒരു 5 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് പുഴുങ്ങാൻ വെച്ചാണ് കേട്ടോ. ഇനി ഉരുളൻകിഴങ്ങ് നമുക്ക് കറിയാക്കി എടുക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. എന്നാൽ ആർക്കും നമുക്ക് വിരുന്നുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ നല്ല നാടൻ മുട്ടക്കറിയാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുന്നതോടുകൂടി 1/2 സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം നമുക്ക് മുട്ടക്കറിക്ക് വളരെ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഘടകമാണ് കേട്ടോ. അപ്പോൾ ഇത് മറക്കരുത്. ഇനി നമുക്ക് സബോള 3 നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പം വലിപ്പമുള്ള സബോളയാണെങ്കിൽ 2 ആയാലും മതിയിട്ട്. ഇതിപ്പോൾ എൻ്റെ ചെറിയ സബോള ആയതുകൊണ്ടാണ് 3 എടുത്തത്. അതൊരു പകുതി വഴന്ന് വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മുട്ടക്കറി എന്ന് പറയുന്നത് നാടൻ മുട്ടക്കറി ആണെങ്കിൽ കൂടി ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തി, പൂരി, അപ്പം, നൂലപ്പം, അതുപോലെ എല്ലാത്തിൻ്റെ കൂടെ, ചോറിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അതുപോലത്തെ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ജോലി തിരക്കല്ലേ, അവർക്കൊക്കെ പറ്റിയൊരു സ്പെഷ്യൽ കറിയാണിത്. അപ്പോൾ ഇത് പകുതിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി 8 ഞാൻ നെടുവെ കീറി വെച്ചതുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ചെറു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത് 3 ഇട്ടിട്ട് നമ്മൾ നന്നായി വഴറ്റി കൊടുക്കാം. കാരണം ഈ വെളുത്തുള്ളിയുടെ മണം നമ്മൾ നിൽക്കണമെങ്കിൽ കറിയുടെ ടേസ്റ്റ് അപ്പാടെ മാറും. അപ്പോൾ നമ്മളെപ്പോഴും വെളുത്തുള്ളി നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. സ്വല്പം നേരം നിന്ന് അത് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി വഴന്ന് വരട്ടെ. ഈ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം, അല്ല ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ, ജോലിക്ക് പോകുന്നതിൻ്റെയൊക്കെ മുന്നേ. അപ്പം ഞാൻ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാടൻ കറികൾക്ക് നമ്മൾ നല്ല ഫ്രഷ് വേപ്പില ഇത്തിരി അധികം ഇട്ട് കൊടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് കൂട്ടും കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങൾ ഓടി വരുമ്പോഴേ നമുക്ക് പെണ്ണുങ്ങൾക്കാണ് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടി ഉണ്ടാവില്ല. ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റണം വളരെ ടേസ്റ്റ്. ഇപ്പം ഞാനതിൽ വറ്റൽമുളക് ഒരു 3 ഇട്ടു, 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൊരിഞ്ഞ് വന്നോട്ടെ. അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൻ്റെ പച്ചമണം പോയപ്പോൾ ഞാൻ അതിലേക്ക് 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പിട്ടിട്ട് നമുക്ക് 1 സെക്കൻഡ് മൂടി വെക്കാം. അപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് അതൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലൊരു 3-4 ഉരുളൻകിഴങ്ങ് നമുക്ക് അങ്ങോട്ട് ഉടച്ചാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കറിക്ക് നല്ല കൊഴുപ്പ് വരും. എല്ലാ ഉരുളൻകിഴങ്ങും ഉടയ്ക്കാൻ പാടില്ല കേട്ടോ. ഒരു നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 3-4 ഉരുളൻകിഴങ്ങ് നമുക്കിങ്ങനെ നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചാണ്ട് ചേർക്കാം. കുറുതായ ചാറോടുകൂടിയ നല്ല മുട്ടക്കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഉടച്ച് നമുക്ക് അതിലത്തെ ഒരു 3-4 ഉടച്ചിടും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഉടച്ചിട്ടുണ്ടായിരുന്നു തട്ടിലേക്ക് ഉടഞ്ഞു എടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പായിട്ടുള്ള കറി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം.
ഉപ്പ് പാകമാണ്. നമുക്കിതിൽ ഇനിയിപ്പോൾ ഇത് ഇത്തിരി നേരം ഇരിക്കുമ്പോഴേക്കും വല്ലാണ്ട് ചാറില്ലാതെ അങ്ങനെ ഇതായി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇങ്ങനെയൊക്കെ കറിയായി കഴിയുമ്പോൾ നമ്മൾ ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാൽ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കെടുക്കും വേണം, അപ്പോഴാണ് കറിക്കൊരു ഭംഗിയുണ്ടാവുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകം തന്നെയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ആ ഗ്രേവിയിൽ കിടന്നിട്ട് ഉരുളൻകിഴങ്ങൊക്കെ ആ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാവും കറി. അതുപോലെ തന്നെ കറിയുടെ ചാറൊക്കെ നല്ല കുറുതായി നല്ല രസമായിട്ട് വരും. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കും. മല്ലിയിലയും ഒരു ചെറിയ ഒരു ചെറിയ 2 ഇല പുതിന ഇട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറി. അപ്പോൾ ഇനി നമുക്ക് മുട്ട റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലൊരു 1/2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെയുള്ളൂ, ഒരു 3/4 കഷ്ടി. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം മുട്ട 2ആക്കി കീറി വെച്ചത് പകുതി അതിങ്ങനെ ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ അത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ് ഈ കറി കേട്ടോ. തിരിച്ച് അപ്പോൾ ഉപ്പിട്ട് വേവിച്ചാണ് കേട്ടോ ഞാൻ മുട്ട. പിന്നെ ഇപ്പം ഉപ്പിടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഉപ്പിടാണ്ട് വേവിച്ചതെന്ന് വെച്ചാൽ ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട നേരത്ത് ഒരു നുള്ളു ഉപ്പും കൂടി അതിലിട്ട് കൊടുത്താൽ എല്ലായിടത്തും ആയി കിട്ടും. അപ്പോൾ ഞാൻ ഈ മുട്ട ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് ഞാൻ പറയുന്നിരുന്നല്ലോ, നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കി തീരുമാനമെടുക്കും. വളരെ ടേസ്റ്റായ കറിയാണ്. നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റണ, ഇരുന്നവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ കറിയാണ്. ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ഇതാണ് മുട്ട റോസ്റ്റ് ചെയ്ത് എടുക്കണത്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം അതിൻ്റെ 2 വശവും തിരിച്ചിട്ട് നമ്മൾ എടുക്കുക. 2 വശമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു, ബൈ.